2016 ഞാൻ ആദ്യമായിട്ടൊരു യാത്ര പോവാണ്. പോയ സ്ഥലം ആഗ്രയും ഡൽഹിയും മണാലിയും കസോളൊക്കെ. അന്ന് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, മാസിക് എന്ന് പറയും. അതായത് നമുക്ക് ഫാഷൻ സിനിമയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് വിഷ്വൽ പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ചാനലിന് അതിൽ നമ്മൾ ഓരോ വിഷ്വൽസും കാര്യങ്ങളും കുറച്ച് വീഡിയോ കാര്യങ്ങൾ ഇട്ടിട്ടുള്ളൂ. പക്ഷെ അന്ന് നമുക്കൊരു ഡെസ്പാസിറ്റോ പറഞ്ഞ സോങ് ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ഒരു ആഡ് ഇടവണ്ണുള്ളൊരു കടൻ്റെ ഒരു ആഡ് കിട്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 5000 രൂപ കിട്ടി. ആ പൈസ ഉണ്ട് നേരെ എന്ത് ചെയ്തു, നമ്മൾ നേരെ ഈ യാത്ര പോവാണ്. 2500 രൂപ കൊണ്ടാണ് പോണത്. അന്ന് തിരിച്ച് ആഗ്രയിൽ താജ്മഹലും അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കണ്ട് ഡൽഹിയിൽ പോയി. പിന്നെ നമ്മൾ മണാലിയിൽ പോയി. മണാലിയിൽ നിന്ന് ഇങ്ങനെ കസോളിൽ നിന്ന് പിന്നെ നേരെ തിരിച്ച് ഡൽഹിയിൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ റൂമിലെത്തുന്ന സമയത്ത് തിരിച്ചു പോരാൻ എൻ്റെ കയ്യിൽ പൈസ അല്ല. അപ്പോൾ അന്ന് ആകെ ബുദ്ധിമുട്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ സുഹൃത്തുണ്ട്, പേര് ഞാൻ പറയുന്നില്ല, ഓനറിയാം. ഓന് പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ഒരാളായതുകൊണ്ട് ഓൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഓനെ ഞാൻ വിളിച്ചു, ബ്രോ എനിക്ക് ഇങ്ങനെ ടിക്കറ്റിന് കുടിക്കുന്നത് പൈസ ഉണ്ടോ ചോദിച്ചു. അതായത് അന്ന് ഞാനും ഓനും കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ്. അത്രത്തോളം വലിയ ബന്ധമായിട്ടില്ല. നമ്മളൊരു സേഫ് സോണിലുള്ള ഒരാളാണ്. അപ്പോൾ ഓനോട് വിളിച്ച് എന്താ ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഇട്ടരാറ്. അതായത് അന്ന് 2000 രൂപ, അതായത് 2016 എനിക്ക് 2000 രൂപ കിട്ടുന്നു. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആ പൈസ ഓന് കൊടുത്ത് വീട്ടിൽ നിന്ന് കിട്ടും. കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷം തോന്നുന്നുണ്ട്. പിന്നെ കുറേ കാലങ്ങൾ സഞ്ചരിച്ചു. അതായത് 16 ശേഷം 2025 ഒരു 3 മാസങ്ങൾക്ക് മുന്നേ, ഏകദേശം ഒരു 7-8 കൊല്ലങ്ങൾക്ക് ശേഷം ഇതേ സുഹൃത്ത് ഓനൊരു സാമ്പത്തികമായിട്ടൊരു ആവശ്യം വന്ന സമയത്ത് എന്നോടൊരു മനസ്സോടെ എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഓനറിയില്ല. അതായത് നമ്മൾ വലിയ പൈസക്കാരനായിട്ടുമില്ല, നമ്മളിങ്ങനെ സാലറിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ ആളിന്ന് വിളിച്ചു, ഫിസിക്കലി എടാ ഒരു 30,000 രൂപ ഉണ്ടോ, എൻ്റെ അടുത്ത് ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിക്കാൻ പറ്റുമെന്നില്ല. അപ്പോൾ ഭയങ്കര ഒരു കാരണം ഓനിക്ക് 2000 തന്നൊന്നും ഓൻ്റെ ഡിക്ഷണറിയിലല്ല, ഓനത് മറന്നിട്ടുണ്ട്. ഞാൻ എടുത്ത്, കാരണം ഞാൻ ഏറ്റവും കുടുങ്ങി ഡൽഹിയിലേക്ക്. അന്ന് ഞാൻ ഡൽഹിയിൽ നിന്ന് അവിടുന്ന് എനിക്ക് ആ 2000 രൂപ കിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ടിക്കറ്റും ഇല്ല, ഞാൻ നാട്ടിലേക്ക് വരാനും എനിക്ക് പറ്റൂല, എൻ്റെ എക്സാമും എനിക്ക് എഴുതാൻ പറ്റൂല. ആളെനിക്ക് അന്ന് പൈസ ഒന്നും അങ്ങനെ ഇതായി. പിന്നെ ഓൻ ചോദിക്കണ ഒരു മൊമെൻറ്റിൽ എനിക്ക് ഓനോട് ചോദിക്കാം 30,000 രൂപ. ഞാൻ അപ്പം തന്നെ കോള് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത്, കാരണം ഇതിൻ്റെ മൈൻഡിലുണ്ട്. കാരണം നമ്മൾ കുടുങ്ങിയ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. ഞാൻ അപ്പം തന്നെ അവൻ്റെ ഗൂഗിൾ പേയിൽ ഇട്ടിട്ട് എന്ത് ചെയ്തു, ഓൻ 30,000 ഇട്ട് കൊടുത്തു. അവൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എന്ത് ചെയ്തു, ഓന് അയച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് അതായത് ഭയങ്കര ഒരു മൊമെൻറ്റിനത് അതിൻ്റെ ഒരു പകരം വീട്ടിലോ കാര്യങ്ങളൊന്നും അല്ല. കാരണം നമ്മളൊരു സുഹൃത്ത് നമ്മൾ ഡൗൺ ആയിരുന്ന സമയത്ത് നമുക്ക് കൈ തന്ന ആളാണ്. ഞാൻ മറന്നു, ഓനെ അയച്ചു കൊടുത്തു. ഓനോട് 1 മാസത്തെ അവധി പറഞ്ഞു, 1 മാസത്തിന് ശേഷം തരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഓന് തരാൻ പറ്റിയില്ല, ഞാനോട് ചോദിച്ചാലും പോയില്ല.